കാരണവന്മാർ പണ്ട് പറയാറുണ്ടത്രേ, ചൂടായിക്കഴിഞ്ഞാൽ വിഷജീവികളൊക്കെ പുറത്തു ചാടുമെന്ന്, പ്രത്യേകിച്ചും മാളത്തിന്റെ ഉള്ളിൽ നിന്ന് പാമ്പൊക്കെ പുറത്തു ചാടുമെന്ന്. ഇപ്പോൾ കഠിനമായിട്ടുള്ള ചൂടാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷജീവികൾ പുറത്ത് ചാടിത്തുടങ്ങി വിഷം ചീറ്റി തുടങ്ങിയിട്ടുണ്ട്. ശശികല ടീച്ചർ, ടീച്ചർ ഒന്നും വിളിക്കാൻ പറ്റില്ല, കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ വായിന്ന് വരുന്നത്. എന്തായാലും മുതിർന്ന ഒരാളല്ലേ. ശശികല ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം, അതിനുശേഷം അതിനുള്ള മറുപടി കൊടുക്കാം. അതിനുശേഷം ഒരു യോഗി ആദിത്യനാഥ്, മിനി യോഗി ആദിത്യനാഥ്, ഛോട്ട യോഗി ആദിത്യനാഥ്, അവന്റെ വീഡിയോ കൂടി നമുക്ക് കാണാം. ആദ്യം ശശികല ടീച്ചർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. പൗരോഹിത്യത്തിന് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കി നിർത്തണം. ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റുന്നു. ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റും. ഒരു 18 വയസ്സ് വരെ മതപഠനം അനുവദിക്കുന്നു. ആ നിലയിൽ പോസിബിൾ ആണ് ഈ ഖുറാനും ബൈബിളും ഇരിക്കേണ്ടോടത്ത് ഇരുന്നിട്ട് ഇവരായി പോന്നിരുന്നുവെങ്കിൽ നമുക്ക് എടുക്കണ്ട. നടക്കണില്ല, അവരുടെ ജീവിതം ഖുറാനും ബൈബിളും നടന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് മത പൗരോഹിത്യത്തിന്റെ തകരാറാണ്. പൗരോഹിത്യത്തിന് ഈ പുസ്തകം വെച്ചുകൊണ്ട് ഇവരെ അടിമയാക്കി നിർത്തണം. ഇവരെ ഇതൊന്ന് സ്വതന്ത്രരാക്കാൻ അവർ തയ്യാറല്ല. അവർക്ക് പറ്റുന്ന കുഴപ്പം, ഹിന്ദുമതത്തിന്റെ മഹിമ എന്താന്ന് പറഞ്ഞാൽ നമ്മളാരും കുട്ടിക്കാലത്ത് ഇതൊന്നും കുട്ടികളുടെ തലയിലേക്ക് അടിച്ചു കയറ്റുന്നില്ല. നേരെ മറിച്ച് ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും പറ്റുന്ന തരക്കട എന്ന് പറഞ്ഞാൽ ബോധമുറയ്ക്കുന്നതിന് മുമ്പ്, തീരുമാനങ്ങൾ എടുക്കാൻ അറിയുന്നതിന് മുമ്പ് തലയിലേക്ക് ഇതൊക്കെ അടിച്ചു കയറ്റുന്നു. ബൈബിളിലെ കാര്യങ്ങളും ഖുറാനിലെ കാര്യങ്ങളും അടിച്ചു കയറ്റുന്നു. പിന്നെ എന്ത് തന്നെ ശുദ്ധവായു കടന്നാലും അവരുടെ തലയിലേക്ക് വേർക്കാൻ ആ കുട്ടിക്കാലത്ത് എഴുതി സ്ലൈറ്റുമേ കല്ലുവര പിടിച്ച മാതിരിയാണ്. പിന്നെ മായ്ച്ചു കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവരുടെ കുട്ടിക്കാലത്ത് തലയിൽ എഴുതി കൊടുക്കുകയാണ്. ഇവിടെ രാഷ്ട്രം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ എനിക്ക് ഹിന്ദുമതത്തിന് എന്തോ ആയിക്കോട്ടെ, ഒരു 18 വയസ്സ് വരെ മതപഠനം അനുവദിക്കരുത്. മതത്തിന്റെ ആചാരങ്ങൾ പിൻപറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. മതത്തിന്റെ ആചാരങ്ങൾ പിൻപറ്റാം, മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ ചെയ്യാം. പക്ഷേ മതപഠനം അഥവാ അനുവദിക്കുകയാണെങ്കിൽ അത് വളരെ കൃത്യമായ മോണിറ്ററിംഗ് നടത്തിയിട്ടുള്ള പാഠ്യപദ്ധതി അംഗീകരിച്ചതിന് ശേഷം മാത്രമേ മതപഠനം അനുവദിക്കാവൂ. ഇത് ഈ ബോധമില്ലാത്ത പ്രായത്തിൽ ഈ കുട്ടികളെ തലയിൽ അടിച്ചു കയറ്റിയിട്ട് അവർ കാണുന്നവരെല്ലാം ശത്രുക്കളായിട്ടാണ് കാണുന്നത്. ഇവരെല്ലാം ഞങ്ങളെ നശിപ്പിക്കാനുള്ളവരാണ് എന്നുള്ളൊരു ശത്രുഭാവത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രേമിച്ച് കീഴടക്കാം, അല്ലെങ്കിൽ വേറെ രൂപത്തിൽ കീഴടക്കാം. ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ അവർ മെനയണത് ഈ കുട്ടിക്കാലത്ത് തലയിൽ ഇത് ചെന്നിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ നാടിന് സമാധാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മതപഠനം ഒരു 18 വയസ്സ് വരെ ആവശ്യമില്ല എന്നുള്ളതാണ്. 18 വയസ്സ് കഴിഞ്ഞ് താല്പര്യമുള്ളവർ മതം പഠിക്കട്ടെ. അതുവരെ മതത്തിന്റെ ആചാരവും അനുഷ്ഠാനവും പിൻപറ്റി ജീവിച്ചാൽ മതി. പഠനം മറ്റ് വിദ്യാഭ്യാസത്തിന് ശേഷം മാത്രം പഠിക്കട്ടെ മതം. ആദ്യം തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളത് ഭരണഘടന എതിരാണ്. അത് നമുക്ക് വിശദമാക്കാം. അതിനു മുൻപ് ഇവർ പറഞ്ഞിട്ടുണ്ട് മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആചരിക്കാം, അത് പ്രശ്നമില്ല, മതപഠനം മാത്രമാണ് പ്രശ്നം. അതെന്തേ അങ്ങനെ? ആ ചേച്ചി എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇങ്ങോട്ട് തിരിച്ചെടുത്തു കേട്ടോ. പിന്നെ ഒരു മതത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ ആ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിൻപറ്റി എങ്ങനെയാണ് ശരിയായ രീതിയിൽ ജീവിക്കാൻ സാധിക്കുക? അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞത് വെച്ചിട്ട് ഇന്ത്യയിലുള്ള 100% മുസ്ലിങ്ങൾ, പോട്ടെ 100 വേണ്ട, 90% മുസ്ലിങ്ങൾ, കാരണം 10%, ഈ 100%വും, അതായത് ഇന്ത്യയിലെ 100% മുസ്ലിംസും മദർസയിൽ പോക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഒരു 10% മാറ്റി വെച്ചിട്ടുള്ളത്. കാരണം അവർ പോക്കുണ്ടോ ഇല്ലയോ അറിയില്ല. അപ്പൊ 90% മുസ്ലിംസും നിങ്ങൾ പറഞ്ഞതനുസരിച്ചിട്ട് മറ്റു മതസ്ഥരെ ശത്രുവായി കാണണം. മുസ്ലിംസ് മാത്രമല്ല, ക്രിസ്ത്യൻസും അതേ കണക്കിൽ ശത്രുവായിട്ട് മറ്റു മതസ്ഥരെ ശത്രുവായി കാണുന്നുണ്ടോ? എവിടെയാണ് നിങ്ങൾക്ക് കാണുന്നത്? ഞാൻ പക്ഷെ കാണിച്ചു തരാം ശത്രുവായിട്ട് കാണിക്കുന്നത്, അതായത് കാണുന്നത് ആരാണെന്നല്ലേ? സംഘി കൂട്ടങ്ങൾ. ഇതാ പിഞ്ചു കുഞ്ഞ്, ഒരു ചെറിയൊരു കുട്ടിയുടെ മനസ്സിൽ പോലും ഞാൻ കാണിച്ചു തരാം, അത് കാണും, എന്നിട്ട് പറയാ ബാക്കി. तुम्हारी वीडियो बना डाल दूंगा। हाँ बना, मेरा कोई दिक्कत नहीं है। ये वीडियो है मोदी योगी से सब बोल रहे हो। ये छोटा सा बच्चा है, छोटा बच्चा है कौन? ये देख रहा है छोटा बच्चा कौन है? अंदर डाल दिखा इसको, मार इसको साले को, इधर मार, गाली बक रहे हैं, मार इसको साले को, इधर अरे गाली बक रहे हैं इसको, क्यों मार साले को, मार मुख्यमंत्री की दुकान बंद करिए, मार देऊंगा ना, मार तू आया, देना झंडे को ये मोदी योगी गाली दे रहा है, देना गाली, तू देना गाली, किसको दी गाली? तू गाली देना, गाली क्यों दे? ओ भाई मार इसको, टाइम क्यों हो रही है? मोदी योगी मार रहा है, क्यों बच्चे को मार रहा है यार? थोड़ा सा बच्चे को क्यों मार रहा है? ഈ വീഡിയോ ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ആ ലാസ്റ്റ് സീൻ മാത്രമാണ്, അതായത് അയാൾ ആ കുട്ടിയെ അടിച്ചു വീഴ്ത്തുന്ന ആ ഒരു സീൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാളെന്താ ഇത് ഇങ്ങനെ ചെയ്തേ? പിന്നീടാണ് ഇതിന്റെ ഫുൾ വീഡിയോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതേ കുട്ടിന്റെ 3-4 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത്
മുസ്ലിംസിനെ അടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റു വീഡിയോസ്, ഇത് മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ഉണ്ടല്ലോ തൂക്കും, അതായത് അവരുടെ പാരന്റ്സിനെ, ഈ കുട്ടിയുടെ പാരന്റ്സിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ജയിലിടും. പക്ഷെ ഇന്ത്യയിൽ അത് നടക്കില്ല, കാരണം അതങ്ങനെയാണ്, ഇത് ഇന്ത്യയാണ്. അതുപോലെ ആ കുട്ടിനെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഹോമിലേക്ക് മാറ്റുകയും ചെയ്യും. പക്ഷെ ഇവിടെ അതൊന്നും നടക്കില്ല. ഇത് മാത്രമല്ല, വേറെ ഒന്ന് രണ്ട് കുട്ടിയുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഇനി കുട്ടി, മുതിർന്ന ആളുകൾ പള്ളിക്ക് നേരെ ആക്രമണം നടത്തുന്നു, പള്ളിന്റെ മുമ്പിൽ പോയി ഡാൻസ് കളിക്കുന്നു, ചർച്ചിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, പ്രീസ്റ്റിനെ പോയിട്ട് അടിക്കുന്നു, ക്രിസ്മസിന്റെ സമയത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇതൊക്കെ ആരാണ്? സംഘികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിംസോ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഹിന്ദു, അതായത് ദ റിയൽ ഹിന്ദുസ്, അവരൊന്നുമല്ല മറ്റു റിലീജിയനിലുള്ള ആളുകളെ ശത്രുവായി കാണുന്നത്. ഈ സംഘികൾ എന്ന് പറയുന്ന ആ കൂട്ടങ്ങളാണ് മറ്റു ആളുകളെ, അതായത് സംഘികളല്ലാത്ത മറ്റ് എല്ലാവരെയും, അത് ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യൻസ് ആവട്ടെ മുസ്ലിംസ് ആവട്ടെ, എല്ലാവരെയും ശത്രുവായി കാണുന്ന ഒരു കൂട്ടം എന്ന് പറയുന്നത് ഇവന്മാര് മാത്രമാണ്. ഈ മുസ്ലിംസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിംസ് 5 നേരം നമസ്കരിക്കുന്നു. ഈ 5 നേരം നമസ്കരിക്കുക എന്ന് പറയുന്നത് അത് കൃത്യമായി പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നോമ്പെടുക്കുന്നു, അതും അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അത് പഠിച്ചാലേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ക്രിസ്ത്യൻസിന്റെ നോക്കിയാൽ നോമ്പെടുക്കുന്നു, അതുപോലെ സൺഡേ ക്ലാസ്സസ്, പിന്നെ അതുപോലെ കുംഭസാരം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കൃത്യമായ രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ശശികല പറയുന്നത് ഇങ്ങനെ വന്നാൽ, അതായത് 18 വയസ്സിന് മുൻപായി പഠിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ എന്ത് ചെയ്യാം, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഫോളോ ചെയ്യാം, അതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് ശശികല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഈ ശശികല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പക്ക അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, അതായത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള സംസാരങ്ങളാണ്. നമുക്കറിയാം, ഇവന്മാര് ഈ സംഘികൾ എന്ന് പറയുന്നത് ഭരണഘടന നോക്കാറില്ല, അവരെപ്പോഴും ഭരണഘടനയ്ക്കെതിരെയാണ് സംസാരിക്കാറ്. നമുക്ക് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ പാരന്റ്സ് ആർ അലൗഡ് ടു ടീച്ച് ദെയർ ചിൽഡ്രൻ റിലീജിയൻ ബിഫോർ ദി ഏജ് ഓഫ് 18. 18 വയസ്സിന് മുൻപ് എന്ത് ചെയ്യാം, റിലീജിയൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം പാരന്റ്സിന്, നോ ഇഷ്യൂ. അത് വീട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അയച്ചിട്ടും ആവാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, അത് അതായത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഓക്കെ, പ്രാക്ടീസിങ് റിലീജിയൻ, പ്രൊഫസിങ് റിലീജിയൻ, അതുപോലെ ടീച്ചിങ് റിലീജിയൻസ് വിത്തിൻ ദ ഫാമിലി. ഓക്കെ, അതുപോലെ പിന്നെ വേറൊരു കാര്യമാണ്, ഈ ഒരു ഇതിൽ ലീഗൽ കണ്ടീഷൻസ് ഉണ്ട്, അതായത് അലൗ ചെയ്യാം, സെൻഡ് ചെയ്യാൻ പറ്റും, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അയക്കാം. പക്ഷെങ്കിൽ കണ്ടീഷൻ ടു ബി കീപ് ഇൻ മൈൻഡ്, ഇറ്റ് ഷുഡ് നോട്ട് വയലേറ്റ് ചൈൽഡ് വെൽഫെയർ ലോസ്. ചൈൽഡിന്റെ വെൽഫെയർ ലോസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു അബ്യൂസ്. അതുപോലെ ഡിനൈൽ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻസ് ഒന്നും ഡിനൈ ചെയ്യാതെ വേണം ഈ ഒരു കാര്യം, അതായത് ഈ റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം വേരിയസ്, അതായത് ഒരുപാട് തരത്തിലുള്ള മതപഠനങ്ങളുണ്ട്, അതായത് മദ്രസ ഉണ്ട്, ഗുരുകുൽസ് ഉണ്ട്, സൺഡേ ക്ലാസ്സസ് ഉണ്ട്, ചർച്ചസോ ടെമ്പിൾ ബേസ്ഡ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ അയക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഇത് ഭരണഘടന തന്നിട്ടുള്ള മൗലിക അവകാശമാണ്. ഈ മൗലിക അവകാശത്തെയാണ് ഇപ്പോൾ ശശികല ചോദ്യം ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ശശികല പറയുന്നത് അനുസരിച്ച് മദ്രസയിലും അതുപോലെ ചേർച്ചിലൊക്കെ, അതായത് സൺഡേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലൊക്കെ നടത്തുന്നത് തെറ്റായ രീതിയിലുള്ള പഠനമാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളും എല്ലാ ക്രിസ്ത്യൻസും ആരായിത്തീരും? അപ്പോൾ അങ്ങനെ ആയി തീർന്നിട്ടില്ല. അത് അങ്ങനെ പറയുമ്പോൾ മദ്രസയിലായിരുന്നാലും ശരി, ചേർച്ചിലായിരുന്നാലും ശരി, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നല്ല കാര്യങ്ങളാണ്. ആദ്യം അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുക. അതിനുശേഷം ഇങ്ങനെയുള്ള ഇതുപോലുള്ള വിഷങ്ങൾ പുറത്തേക്ക് തുപ്പുക. ആദ്യം അത് പഠിക്കൂ, അവിടെ എന്താണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന്. അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ലോക സമാധാനമാണ്. എല്ലാവർക്കും സമാധാനം കിട്ടണം, മറ്റു റിലീജിയനെ റെസ്പെക്ട് ചെയ്യണം, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇവർ ഏതെങ്കിലും ഒരിടത്ത് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, അതായത് ഒറ്റപ്പെട്ട സംഭവം, ആ സംഭവം പിടിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ബാക്കിയുള്ള 99% മദ്രസ ഉണ്ട്, ചർച്ചസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും അവർ ശ്രദ്ധിക്കില്ല. യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചില്ലേ, ആ കുട്ടിയുടെ ഉള്ളിലേക്ക് വിഷം അടിച്ച് കയറ്റി കൊടുക്കുകയാണ്, ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ കുറെ ഉണ്ട് പള്ളിയും അതും ഇതൊക്കെ അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നേ, തൊപ്പിയിട്ടാ തല്ലുന്നത്. അതുപോലെ ക്രിസ്മസിന്റെ സമയത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ, ഇതൊക്കെ എന്തിട്ടാണ്? മറ്റുള്ള മതസ്ഥരെ ഇഷ്ടമുള്ളത് കൊണ്ട് ചെയ്യുന്നതാണോ? അതായത് ഈ സംഘികൾക്ക് ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന സമയത്ത് ചെയ്യുന്നതാണോ? പള്ളിയിൽ വന്നിട്ട് ആക്രമിക്കുന്നു, പള്ളിന് മുമ്പിൽ ഡാൻസ് കളിക്കുന്നു, ചർച്ചസിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, ചാപ്പൽസിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു, ഫോഴ്സ്ഡ് കൺവേർഷൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. അതുപോലെ
ഈ ക്രിസ്മസിന്റെ സമയത്ത് ക്രിസ്മസ് അതായത് ട്രീസും കാര്യങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്നു. ഇതൊക്കെ അവരോട് സ്നേഹം കൂടിയപ്പോൾ ചെയ്യുന്നതായിരിക്കും അല്ലെ. പറയുമ്പോൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ നോക്കൂ. അതിനെവിടെ സമയമല്ലേ, ബാക്കിയുള്ളത് നോക്കണ്ടേ. ഇതുപോലെ വന്നിട്ട് വിഷം തുപ്പണ്ടേ. അപ്പൊ പിന്നെ ഇതൊന്നും നോക്കാൻ സമയം ഉണ്ടാവില്ല.